അത് ആരാധന വസ്തുവല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാധന വസ്തുവല്ല, ഓക്കെ ശരി. പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ. അത് ഞാൻ അറിയില്ല. ആ മറുപടി കൃത്യമായ മറുപടി. താങ്കൾ എനിക്ക് സ്നേഹമുണ്ട്. നിങ്ങളൊരു കാര്യം ഞാൻ പറയട്ടെ, താങ്കൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം. താങ്കൾ ഒരു പാവമാണ്, നിഷ്കളങ്കന. പക്ഷെ വേറെ കാര്യമുണ്ട്, താങ്കളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത്. വളരെ സ്നേഹം പറയാം, അത് കച്ചവടമാക്കരുത്. താങ്കൾ ജനങ്ങൾക്ക് ഈ കൊടിമരത്തിന്റെ താഴേക്ക് പൈസ കൊണ്ടിരുന്നത് എന്ത് പുണ്യമാണ്? ഈ ഒരു ഞാനത് 8 കഴിഞ്ഞ ശേഷം കണ്ടത്. ഞാൻ 8 ശേഷം കണ്ടത്. ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത്. ഞാനത് ഒരു മിനിറ്റ്. ഞാനതില് ആരോടും പൈസ തരാൻ പറഞ്ഞിട്ടില്ല. അതിലിപ്പോ ഞങ്ങൾ മറ്റുള്ള മണല് നടക്കാൻ നിൽക്കുകയാണ്. പിന്നെ പൈസ ഇടരുന്ന് പറഞ്ഞു, പക്ഷെ ഇട്ട പൈസ തിരിച്ചു കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ടാ? ലക്ഷ്യം അത് തന്നെയാണ്. ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ താങ്കളെ ഇടുന്ന സമയത്ത് തടയണ്ടേ? ഇത്രയും പൈസ ഇത് പ്രവാസ ലോകത്ത് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ പൊന്നു തങ്ങളെ കഷ്ടപ്പെടുന്ന വീർപ്പൊഴുക്കുന്ന പൈസ. അല്ല, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം അഭിപ്രായ മുത്തലിബിക്ക് തെറി കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക, നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക. ഞങ്ങൾ അതിനോട് ഉപമിക്കരുത്. മൂസാ നബിയും ചന്ദ്രാപ്പനി മൂസാക്കാനും രണ്ടാണ്, അത് മനസ്സിലാക്കണം. ചന്ദ്രാപ്പനി മൂസാക്കാനെ മൂസാ നബിയോട് ഉപമിക്കരുത്. തങ്ങളുടെ ബഹുമാനോട് സ്നേഹമുണ്ട്, നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണ്. മനസ്സിലായ അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. അദ്ദേഹത്തെ ശിഫിയാക്കി കൊടുക്കണം. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. വേണ്ടാതെ എവിടെ പറഞ്ഞാൽ ഡോക്ടർ. അൽഹംദുലില്ലാഹ്. 313 തന്നെ നമുക്ക് പറയാനുള്ളൂ. ആരാണ് 313 ഉറുപ്പിക ഞാൻ തരാം? അൽഹംദുലില്ലാഹ്. ഇവർക്ക് ആ പേരക്ക കുടിക്കും, ഒരു പേരക്ക. ഇതുവരെ മാങ്ങ മാറിഞ്ഞ് പേരക്ക ആയിക്കോട്ടെ, കുടിക്കും. ഒക്കെ റെഡി ആവട്ടെ. അള്ളാഹു പേപ്പറൊക്കെ റെഡി ആവേണ്ട, അള്ളാഹു റെഡിയാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ബദറാകുമ്പോഴത്തേന് അള്ളാഹു റാത്താക്കി തരട്ടെ. അവങ്ങൾ ഇപ്പാവും അറിയില്ല. ഏതായാലും അൽഹംദുലില്ലാഹ്, അള്ളാഹു അടുത്ത ബദറിൽ എല്ലാം സന്തോഷമായി കേൾക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അടുത്ത 313 ഓടിക്കി. ഇതാ ഇതിലെന്താ ഓടിക്കി. ഇതിലെന്താ ആകെ പറല് ഹലുവ, അത് അപ്പുറത്തുള്ള ഓടിക്കി. ഇനി എന്താ ഇവിടെ? ഇവിടെ ഉണ്ട് ബിസ്ക്കറ്റ് പാക്കറ്റ് ഓടിക്കി. 313 ബിസ്ക്കറ്റ്, വല്ലാത്ത ബിസ്ക്കറ്റ്. ഞാൻ 313 അതാ അസീസാക്കന്റെ മോൻ ഓടിക്കി. പിന്നെ ആരാ? ഞാറുണ്ടോ? ഒറ്റൊന്നും കൂടെ ഉണ്ട്. മതി. അള്ളാഹു കബൂലാക്കട്ടെ. നമുക്ക് 100 റുപ്യ ആക്കാം. 100 റുപ്യ തരാൻ പറ്റുന്നവർക്ക് ഒരു ടിഷ്യൂ കോഴിമുട്ടി കൊടുക്കാൻ. ഒരാൾ കൂടെ കൂടി കൊടുക്കി. 100 റുപ്യൻ്റെ കോഴിമുട്ട, വല്ലാത്ത കോഴിമുട്ട. അമേരിക്കയിൽ നിന്ന് വന്നാന്ന് പറയാൻ കണ്ടത്. 100 റുപ്യ കൊടുത്ത് വാങ്ങിക്കോളി. അതാ വീറിന് കൊടുക്കി. നാടൻ കോഴിമുട്ടാണല്ലേ? കൊടുക്കി. ഞാനൊക്കെ വേണ്ടി ഞാൻ കുടിക്കും സ്പീഡാക്കി. മരിച്ചുപോയവരുടെ പേരിൽ ഒരു ഫാത്തിഹ, അപ്പത്തിന് പറ്റലൊക്കെ വാങ്ങിക്കോളി. തീരുന്നവരുണ്ടാവും. അൽ ഫാത്തിഹ. ഞാനൊരു ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ശൈഖുനായുടെ കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് പറഞ്ഞു, മുട്ട വേണം. ഞാൻ പറഞ്ഞു, ഇവിടെ പൂവൻ കോഴിയേ ഉള്ളൂ, പെടക്കോഴിയില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ പൂവൻ കോഴിയേ ഉള്ളൂ, പെടക്കോഴിയില്ല. പിടിച്ചു മൂടിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ മോനെ അവിടെ നിന്ന് പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കി പിടിച്ചു മൂടി. അല്പം കഴിയുമ്പോൾ പൂവൻ കോഴി മുട്ടയിട്ടിരിക്കുന്നു. ഈ ഉമ്മ പറയുന്നു, എന്റെ വീട്ടിൽ കയറി വന്ന് പൂവൻ കോഴിനെ പിടിച്ച് മൂടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മൂടി. പക്ഷേ അത് മുട്ടയിടുകയാണ് ചെയ്തത്. മുട്ട പുഴുങ്ങി കൊടുത്തു. കൂടുതൽ വേവുന്നത് ഇഷ്ടമില്ലായിരുന്നു. ഇളം വേവിലാണ് മുട്ട തിന്നാറുള്ളത്.